ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഷോർട്സൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. ഒരു പെൻസിൽ ടെക്കിൻ കാർഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആണിത്. എനിക്ക് പേപ്പർ കട്ടർ കിട്ടിയിട്ടുള്ള ആദ്യത്തെ വർക്കാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ കത്രിക കൊണ്ട് ഇരുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതുകൊണ്ട് നല്ല സുഖമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും കട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കണം. അപ്പോഴാണ് ഞാൻ അവിടെ വാളിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള ആ തുണി വീഴുന്നത്. ഞാനവിടെ സൈഡിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും പാട്ടൊക്കെ ഇട്ട് ചെയ്താൽ അതിൻ്റെ ഭാരം അറിയില്ല, ബുദ്ധിമുട്ടറിയില്ല, പിന്നെ ബോറടി കുറയും എന്നൊക്കെ പറയുന്നിട്ടില്ലേ. ശരിയാണ് കേട്ടോ. ഞാൻ അടുക്കള പണി എടുക്കുമ്പോഴും ചിലപ്പോൾ പാട്ടിടാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേ റിലാക്സേഷനാണ്. പിന്നെ ഞാനിപ്പോൾ ഈ കാർഡ് ഓരോന്നോരോന്ന് സൈഡിൽ അവിടെ ഇവിടെയും പൊന്തിക്കണ ഭാഗമൊക്കെ ഈ പേപ്പർ കട്ട് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് ഓക്കെ ആക്കുകയാണ്. അത് ഓക്കെ ആക്കിയതിൻ്റെ ശേഷം ഞാൻ നമ്മുടെ അതിഥീനെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് ബാക്കി അവിടെ വൃത്തികേടായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി പരിപാടികൾ തുടങ്ങാൻ. എന്തെങ്കിലും ഇങ്ങനത്തെ കട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പണി കുറയും. ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യാമെന്ന് കരുതുമ്പോൾ ഇരട്ടിപ്പണി ആവാറാണ് പതിവ് എനിക്ക്. ഈ പെൻസിൽ ടെക്കിംഗ് കാർഡിൽ കോഫിക്കോൻ്റെ മിഠായിയും പെൻസിലുമാണ് ടെക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതൊരു സ്ലോ മോഷൻ ആകുമ്പോൾ ഒരു രസമാണല്ലോ കാണാൻ. അങ്ങനെ സ്ലോ മോഷൻ ആക്കിയതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെ സ്ലോ മോഷനാക്കി ഇട്ടപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു മിഠായി കിട്ടി. പെട്ടെന്ന് ഞാനത് കണ്ടപ്പോൾ കവറില്ലാത്ത മിഠായി കണ്ടപ്പോൾ അന്തം വിട്ടുകളെ. പിന്നെ ഞാനത് ഓക്കെ ആയി, ഞാനതെടുത്ത് തിന്നു. അതാണ് ആ കാണുന്നത്. പിന്നെ നമ്മളെ പരിപാടി തുടങ്ങി കേട്ടോ. നമ്മൾ ഈ ടവറില്ലേ, ചോക്ലേറ്റ് ടവറിന് വേണ്ടിയിട്ട് വെക്കുന്ന ആ സ്ട്രാപ്പാണ്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതാണ് അവിടെ ഒട്ടിച്ചിട്ടുള്ളത്. അതൊട്ടിച്ചിട്ട് പെൻസിൽ നമ്മൾ ടക്കിൻ ചെയ്ത് വെക്കുന്നു. പിന്നെ സ്റ്റാപ്ലർ ഉപയോഗിച്ചിട്ടാണ് മിഠായി വെക്കുന്നത് കേട്ടോ. സ്റ്റാപ്ലർ ഉപയോഗിച്ചിട്ടാകുമ്പോൾ നമുക്ക് റേറ്റ് കുറയ്ക്കാം. മറ്റേ ഡബിൾ സ്റ്റിക്കർ ആകുമ്പോൾ കാണാനൊക്കെ ഭംഗിയുണ്ടാവും. പക്ഷേ എന്താ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സ്റ്റിക്കറിന് നല്ല റേറ്റാണല്ലോ. അപ്പോൾ നമുക്ക് ആ റേറ്റ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇൻസുലേഷൻ അല്ല, സ്റ്റാപ്ലർ അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെൻസിൽ ടക്കിങ് ചെയ്ത് നമ്മൾ ആ പാട്ടോടുള്ളതുകൊണ്ടാണ് ഈ തുള്ളൽ, അല്ലെങ്കിലൊന്നും ഇപ്പോൾ ഈ തുള്ളലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പെൻസിലിൻ്റെ നമ്മൾ ടക്കിങ് ചെയ്യുന്നതൊന്ന് ഓക്കെ ആക്കിയിട്ട് വേണം പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. എല്ലാത്തിലും ഈ പെൻസിൽ ഒന്ന് അമർത്തി പിടിച്ച് ഒന്നത് സെറ്റാക്കാം. അത് സെറ്റാക്കിയതിൻ്റെ ശേഷം നമ്മളത് കൺഫേം ചെയ്യണം, എന്ത് പെൻസിൽ ചാടുന്നില്ല എന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടി അതൊന്ന് തൊട്ട് നോക്കി ഒന്ന് ഇളക്കി നോക്കാം. മുകളിൽ നിന്നൊന്നും ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ സംഭവം ചാടുന്നില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമ്മൾ സംഭവം വിജയിച്ചിരിക്കുന്നു. ബാക്കിയും കൂടി നമ്മൾ എല്ലാ പെൻസിലും മിഠായിയൊക്കെ അതിൽ വെക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കാർഡ് എടുത്ത് വെക്കുന്നു, നമ്മൾ പരിപാടി നോക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വീണ്ടും തുള്ളാൻ തുടങ്ങിയാലോ. ഇനി എല്ലാ കാർഡിലും ഇതുപോലെ ആദ്യം ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ സ്ട്രാപ്പ് അങ്ങോട്ട് ഒട്ടിച്ച് വെച്ചു കേട്ടോ. സ്ട്രാപ്പാണോ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഈ ടവറിൽ ചോക്ലേറ്റ് ടവറിലൊക്കെ ഒട്ടിക്കുന്ന സംഭവമാണ്. പിന്നെ എല്ലാത്തിലും ഞാൻ ആദ്യം തന്നെ സ്ട്രാപ്പ് ഒട്ടിച്ച് പെൻസിലും ഒട്ടിച്ച് ഒക്കെ സെറ്റാക്കി. പിന്നൊക്കെ അങ്ങനെ സ്പീഡായിട്ടോ. ആദ്യം കുറച്ച് സ്ലോ ആയെങ്കിലും പിന്നെ ഓക്കെ ആയി. അപ്പോൾ ഏകദേശം നമ്മുടെ ടെക്കിംഗ് കാർഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാനും മറക്കരുത്. വൈഷ്ണവം ഹോം സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബായ്.